3 മിനിറ്റ്സിൽ വളരെ സിമ്പിളായിട്ടൊരു ക്രോഷ്യ ഫ്ലവർ ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രോഷ്യ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് 2 ക്രോഷ്യ യാൺ എടുക്കുക. ക്രോഷ്യ യാൺ നമ്മുടെ ഫ്രിങ്ങിൽ കൂടെ 2 തവണ ചുറ്റുക. ഓക്കെ, ഞാൻ എടുത്തേക്കുന്നത് 3.5 മില്ലിമീറ്റർ സൈസിലുള്ള ഹുക്കാണ്. ഹുക്ക് 4 യാണിൻ്റെയും ഉള്ളിലൂടെ കയറ്റിയിട്ട് ജസ്റ്റ് വലിച്ച് പുറത്ത് കൊണ്ടുവന്ന മാജിക് സർക്കിളായി. ഇനി മാജിക് സർക്കിളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1. ഇനി നമുക്ക് കുറച്ച് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. 12 സിംഗിൾ ക്രോഷ്യയാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത്. 1 2. ഇപ്പോൾ 12 സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട് മാജിക് സർക്കിളിനുള്ളിൽ. ഇനി നമുക്ക് യാൺ ടൈറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ബേസിലാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽസിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം സൈസിലുള്ള ബ്ലൂ കളർ ത്രെഡാണ്. സ്റ്റിച്ച് ഫിനിഷ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് 2 സ്റ്റിച്ച് മാറി യാൺ കണക്ട് ചെയ്യാം. ഞാൻ കണക്ട് ചെയ്തതിന് ശേഷം ചെയിൻ 1. ഇനി നമുക്ക് സെയിം സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കാം. യാൺ ഓവർ ചെയ്ത് സെയിം സ്റ്റിച്ചിൽ നമ്മുടെ ത്രെഡിൻ്റെ എൻഡ് ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ അവിടെ സെക്യൂർഡായിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കും. ഓക്കെ, യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. പിന്നെ യാൺ ഓവർ ചെയ്ത് എല്ലാ ലൂപ്പിലും കൂടെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. നെക്സ്റ്റ് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പോയി യാൺ ഓവർ ചെയ്യുക, പുറത്തോട്ടുണ്ടെന്ന്. ഇനി ഓരോ ലൂപ്പിലും നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 സ്റ്റിച്ചിനെ പുറത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും യാൺ ഓവർ ചെയ്ത് സെക്കൻഡ് 2 സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് നമുക്കൊരു ത്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. 2 തവണ യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിൽ കുറയ്ക്കുക, യാൺ ഓവർ ചെയ്ത് പുറത്ത് കൊണ്ടുവരിക. ഫസ്റ്റ് 2 ലൂപ്പ് പുറത്തോട്ട് പോവുക, പിന്നെയും അഗെയിൻ 2 ലൂപ്പ്, ലാസ്റ്റ് 2 ലൂപ്പ്. അപ്പം നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ആയി. ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഉള്ളിലോട്ട് കയറുക, യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് 2 ലൂപ്പിനെ പുറത്തിടുക, ദെൻ അഗെയിൻ 2 ലൂപ്പ്. ഓക്കെ, യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരിക. ഓൾ 3 ലൂപ്പിനെ ഹുക്കിൽ കൂടെ പുറത്ത് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. ഇനി ചെയിൻ 1 ചെയ്തതിന് ശേഷം സെയിം സ്റ്റിച്ചിൽ കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റലായി. ഓക്കെ, എൻ്റെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതുണ്ടാക്കിയത് എൻ്റെ ഒരു ക്രോഷ്യ ബാഗിന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.